വൈദ്യുതി നിയന്ത്രണത്തിന് ഒപ്പം ഉപഭോക്താക്കളോട് പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങളും അഭ്യർത്ഥനയും KSB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തൊക്കെയാണ് നിയന്ത്രണങ്ങൾ, സംസ്ഥാനം എങ്ങനെ പൊരുത്തപ്പെടേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം വൈകിട്ട് 6-ന് ശേഷം ഒഴിവാക്കണമെന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. തീർച്ചയായും നമ്മൾ അനുസരിക്കേണ്ടതാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് രാത്രി പീക്ക് ടൈമിൽ ഒഴിവാക്കണമെന്നും KSB നിർദ്ദേശം വരികയാണ്. AC-യുടെ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് ആയി ക്രമീകരിക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി വരികയാണ്. ഒപ്പം തന്നെ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്, ഇനി പക്ഷേ ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ. അനാവശ്യ ലൈറ്റും ഫാനും ഒക്കെ തന്നെ ഓഫ് ചെയ്യണം എന്ന നിർദ്ദേശം കൂടി KSB-യുടെ ഭാഗത്തു നിന്നും വരികയാണ്. അങ്ങനെ നിയന്ത്രണങ്ങൾ ഘടിപ്പിച്ചെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ കഴിയൂ. എല്ലാവരും പൊരുത്തപ്പെടണം എന്ന് KSB പറയുന്നുണ്ട്. ഒരു നിവർത്തിയുമില്ല എന്നും സഹകരിച്ചേ മതിയാകൂ എന്നും വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയും ഇന്ന് പ്രതികരിക്കുകയുണ്ടായി. വൈദ്യുതി ഉപഭോഗം പിടിച്ചാൽ നിൽക്കാത്ത വിധം കടന്നുപോയി എന്നും മന്ത്രി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. വിമർശനം ഉണ്ടാകും. എന്താ വെച്ചാൽ വിമർശനം ആരെയാണ്? പ്രകൃതിയെ വിമർശിക്കണ്ടേ? ഇതുവരെ ഇല്ലാത്ത ഉഷ്ണതരംഗം ഇവിടെ ഉണ്ടായില്ലേ? അതേപോലെ ഗൾഫ് വാറുണ്ട വന്നത് എങ്ങനെയാണ്? അത് വന്നപ്പോൾ എല്ലാവരും വൈദ്യുതി അടുപ്പിലേക്ക് മാറിയില്ലേ? ഇതൊക്കെ ഇലക്ട്രിസിറ്റിയിലല്ലേ ഉപയോഗിക്കണം. നമ്മളൊക്കെ ഒന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ ഗൾഫ് വാർ വന്നത്? ഉഷ്ണതരംഗം വന്നത് പ്രതീക്ഷിച്ചിട്ടാണോ? അതിനെന്താ ചെയ്യുക? ഇതിന് 16-ന് മുമ്പ് 4 മണിക്കൂർ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. അവിടെ ഈ 10 കൊല്ലം ഇല്ലാണ്ടാക്കിയില്ലേ? അപ്പം ഇന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ ഉള്ളൊരു സന്തോഷ വാർത്തയുണ്ട്. തിരുവനന്തപുരത്ത് മഴ പെയ്തു. ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ. ഒരു നിയന്ത്രണം ചിലപ്പോൾ വരും. ചിലപ്പോൾ ഓവറായിട്ട് വരുമ്പോൾ അവിടെ ഒരു ചെറിയ നിയന്ത്രണം വരുന്നേ മാത്രമേ ഉള്ളൂ. എന്നാലും 250 മെഗാവാട്ട് പർച്ചേസിൽ കിട്ടുകയും ചെയ്തു കേട്ടോ.